കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഓംസ് ലോ എന്താണെന്നും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നും റെസിസ്റ്റിവിറ്റി റിലാക്സേഷനുമായുള്ള ബന്ധം ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നത്. നമ്മൾ ഇനി ഈ ഭാഗത്ത് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ അതിനെക്കുറിച്ചും അതുപോലെ റെസിസ്റ്റൻസിനെ കളർ കോഡിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൗ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നമുക്കറിയാം, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. കണ്ടക്ടറിൻ്റെ കേസുകളിൽ നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. റോയ്സുകൾ M/NE². ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വേരിയേഷൻ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ T°C ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഇക്വേഷനിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. RT = R0 × 1 + α_T. ഇവിടെ RT എന്നുള്ളത് റെസിസ്റ്റൻസ് അറ്റ് T°C. R0 എന്നുള്ളത് റെസിസ്റ്റൻസ് അറ്റ് 0°C ആണ്. T ടെമ്പറേച്ചർ, °C ടെമ്പറേച്ചർ. ആൽഫ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ റെസിസ്റ്റർ. അതിനെ പറയുക ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നാണ്. അതിൻ്റെ വാല്യൂവിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇക്വേഷൻ എടുത്ത് എഴുതി. RT = R0 × 1 + α_T. ഈ ആൽഫയുടെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ 0 ആവുന്നതിനനുസരിച്ച് മെറ്റീരിയൽ വീണ്ടും ചേഞ്ച് ചെയ്യും, അല്ലേ? ആൽഫ ആവും പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും, 0 ആവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിൻ്റെ സിറ്റുവേഷനിൽ ആൽഫ എന്നുള്ളത് എപ്പോഴും പോസിറ്റീവാണ്. ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. ഈ ഇക്വേഷൻ പ്രകാരം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. നേരെ മറിച്ച് ചില മെറ്റീരിയൽ ഉണ്ട്, സെമി കണ്ടക്ടിങ് ഡിവൈസുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തെർമിസ്റ്റർ എന്നൊരു സെമി കണ്ടക്ടിങ് ഡിവൈസ് ആണ്. ഡയോഡ് പോലുള്ള ഒരു സെമി കണ്ടക്ടിങ് ഡിവൈസ് ആണ്. അതിന് ആൽഫ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകുമ്പോഴുള്ള ഗുണം എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുക ചെയ്യുക. കാരണം ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം വാല്യൂ T കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുക ചെയ്യാം, അല്ലേ? ഇനി ചില മെറ്റീരിയൽസ് ഉണ്ട്, അലോയ്സ്. ഇപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെയും കോപ്പർ, അയൺ, നിക്കൽ, അങ്ങനെയുള്ള ഒരു അലോയ്സ് ആണ്. അത് അതിൻ്റെ കോമ്പിനേഷൻ ചേഞ്ചിനനുസരിച്ച് കോൺസ്റ്റന്റ് മാഗ്നാനിക് പോലുള്ള അലോയ്സ് ഉണ്ട്. അവയൊക്കെ പ്രാക്ടിക്കലി ആൽഫ 0 ആണ്. പ്രാക്ടിക്കലി ആൽഫ 0 ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് എപ്പോഴും ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, അല്ലേ? മിക്കവാറും ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുക ഈ ലാബുകളിലൊക്കെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസുകൾ നിർമ്മിക്കുകയാണ്. കാരണം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. എക്സ്പെരിമെൻറ്റുകൾക്ക് ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസുകൾ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസുകൾ, അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടീഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 0 ആയ മെറ്റീരിയൽസ് ആണ് നമ്മളതിന് ഉപയോഗിക്കുക. അത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോലുള്ള മെറ്റീരിയൽസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പം ഇത്രയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുന്നത്. ഇത് നമ്മൾ റെസിസ്റ്റൻസ് ആണ് പറഞ്ഞത്. ഈ റെസിസ്റ്റിവിറ്റിയും അതേപോലെ. ഇനി റെസിസ്റ്റൻസിന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എല്ലായ്പ്പോഴും റെസിസ്റ്റൻസ് അറ്റ് 0°C നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. നമുക്ക് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ T1°C T2°C റെസിസ്റ്റൻസുകൾ അറിയാം, R1 and R2 ആണെങ്കിൽ. നമുക്ക് അതിൽ നിന്ന് തന്നെ ആൽഫയുടെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. R1 എന്നുള്ളത് എത്രയാണ്? R0 × α_T1 ആണ്. R2 എന്നുള്ളത് എത്രയായിരിക്കും? R0 × 1 + α_T2 ആണ്. ഇവ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ R0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആൽഫ എന്നുള്ളത് എത്രയാണ്? R2 - R1 / R1T2 - R2T1 ആണ്. ഈ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ. അതായത് നമുക്ക് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുകളെ റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതുവരെ റെസിസ്റ്റൻസാണ് പറഞ്ഞു. ഇനി റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? നമുക്കറിയാം, മെറ്റീരിയൽസ് ക്ലാസ് ചെയ്തിരിക്കുന്നത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതിൽ മെറ്റൽസിലൊക്കെ സ്വാഭാവികമായിട്ടും ρT എന്നുള്ളത് ρ0 × 1 + α_T. ഇതൊക്കെ നോർമൽ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ വേരിയേഷൻ വരും. പിന്നെ സെമി കണ്ടക്ടേഴ്സിന് ഇക്വേഷൻ ഒന്നുകൂടി മാറും. ഈ ഇക്വേഷനിലല്ല വരിക. അവിടെ ρT = ρ0 × e(Eg/kT). ഇതൊരു എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഈ എന്നുള്ളത്. ഇവിടെ ρ0 എന്നുള്ളത് നോർമൽ ടെമ്പറേച്ചറിലുള്ള, റൂം ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റിയും, Eg എന്നുള്ളത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ്. അതായത് നമുക്കറിയാം, വാലൻസ് ഇലക്ട്രോണുണ്ട്, ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. വാലൻസ് ഇലക്ട്രോണുകൾക്ക് എനർജി കിട്ടി കഴിഞ്ഞാൽ ഫ്രീ ആകുമ്പോഴാണ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ നമുക്കുള്ള എനർജി ഡിഫറൻസ് ആണ് എന്ത്? എനർജി ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അത് നിങ്ങൾക്ക് പിന്നീട് പഠിക്കും. K എന്നുള്ളത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്.
ടി എന്നുള്ളത് ആബ്സലൂട്ട് ടെമ്പറേച്ചറാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഈ വാല്യൂ കൂടുക ചെയ്യാം അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയുക ചെയ്യും. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റിവിറ്റി കുറവും ലോവർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറുകൾക്കും അല്ലേ. ദാറ്റ് ഈസ് ഫോർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് എക്സ്പോണൻഷ്യലി വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയും തോറും എന്തുണ്ടാവും, റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഹയർ ടെമ്പറേച്ചറുകളിലേക്ക് എത്തുമ്പോൾ, വെരി ഹൈ ടെമ്പറേച്ചർ 100 ഡിഗ്രി എന്നല്ല, നമ്മൾ വലിയ ടെമ്പറേച്ചറുകളിലേക്ക് എത്തുമ്പോൾ അവിടെ റെസിസ്റ്റിവിറ്റി കുറയുക ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ചില മെറ്റീരിയലുകളുടെ വേരിയേഷൻ, റെസിസ്റ്റിവിറ്റിയുടെ വേരിയേഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു കോപ്പറും മാഗ്നാനിയും സെമി കണ്ടക്ടർ 3 മെറ്റീരിയൽ എടുത്തു. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക. തുടക്കത്തിൽ അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്റ്റഡി ആണെങ്കിലും കുറെ കഴിഞ്ഞാൽ അത് കർവ് ചെയ്യാൻ തുടങ്ങും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റിവിറ്റിയുടെ ആക്ച്വൽ ഇക്വേഷൻ ρ01 പ്ലസ് ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ പ്ലസ് ഗാമ ടി ക്യൂ ഇങ്ങനെയുള്ള ഇൻഫൈനൈറ്റ് സീരീസാണ്. ആൽഫനെ വളരെ കുറവാണ്, 0.01 സംതിങ് ഒക്കെ ഉള്ളൂ. അതിനായിട്ടും വളരെ വളരെ കുറവാണ് ബീറ്റയും ഗാമയും കോൺസ്റ്റന്റുകൾ. അതിന്റെ വാല്യൂ ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് അതൊക്കെ നമുക്ക് തള്ളിക്കളയാം നോർമൽ ടെമ്പറേച്ചറിൽ. പക്ഷേ ടെമ്പറേച്ചർ വളരെ കൂടുമ്പോൾ ഇത് ബീറ്റ വളരെ ചെറുതാണെങ്കിലും ടെമ്പറേച്ചറിന്റെ ഹയർ വാല്യൂവിനനുസരിച്ച് സ്ക്വയർ വാല്യൂ വരുന്നത് അതിനനുസരിച്ച് ഇതിന്റെ വാല്യൂസിന് മാറ്റം സംഭവിക്കും. അപ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഒരു ഇൻക്രീസിങ് കാണാം. അപ്പോൾ കോപ്പർ പോലുള്ള സാധാ മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് മാഗ്നാനിക് പോലുള്ള മെറ്റീരിയൽസിന് അല്ലേ ഏകദേശം അത്ര കണ്ടല്ലേ ഓൾമോസ്റ്റ് ഏകദേശം സ്റ്റഡി ആയിട്ടാണ്. കാരണം ആൽഫ തന്നെ പ്രാക്ടിക്കലി 0 ആണ് അല്ലേ. അപ്പോൾ ഏകദേശം സ്റ്റഡി ആയിട്ടുള്ള ചെറിയൊരു ഇൻക്രീസിങ് ഇവിടെ കാണിക്കുന്നുണ്ടാവുള്ളൂ. നേരെ മറിച്ച് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഷാർപ്പായിട്ട് 0ലേക്ക് റെസിസ്റ്റിവിറ്റി എത്തുന്നതാണ്. അതായത് ഹയർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതാണ് കണ്ടക്ടർ ഏതാണ് മാഗ്നാനിൻ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ പഠിക്കാനൊന്നുമില്ല. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ്, നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്താ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിനെയും റെസിസ്റ്റിവിറ്റിനെയും ചില മെറ്റീരിയലിൻ്റെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്ത് നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടും, ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയും. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ഏകദേശം 0 കെൽവിനിലാണ്, ഡിഗ്രി സെൽഷ്യസിലല്ല, നമ്മൾ കെൽവിനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആബ്സലൂട്ട് 0 എത്തുമ്പോൾ റെസിസ്റ്റിവിറ്റിയാണ് 0 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ചില മെറ്റീരിയലിന് കാണാൻ പറ്റും അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സഡൻ ആയിട്ട് അതിന്റെ റെസിസ്റ്റൻസ് വാനിഷ് ചെയ്യുക, ഇല്ലാണ്ടാവുക, 0ലേക്ക് എത്തുക അല്ലേ. ആ ടെമ്പറേച്ചറിനെ പറയാ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ്. റെസിസ്റ്റൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടക്ടിവിറ്റി വളരെ 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 കൂടുതലാണ്. റെസിസ്റ്റൻസ് ഇല്ല, ഫ്ലോ വളരെ ഈസി ആയിട്ട് കടന്നു പോകും, കറണ്ട് വളരെ കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെയുള്ള പ്രോപ്പർട്ടി തന്നെ പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലേ. സോ സം മെറ്റൽസ് ഓർ അലോയ്സ്, മെറ്റൽസിനാണ്ടും കൂടുതൽ ചില നോൺ മെറ്റൽസിനാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. അതിന്റെ റെസിസ്റ്റൻസ് സഡൻലി ഡ്രോപ്പ് ചെയ്യാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ഫിനോമിനൻ പറയുന്ന പേരാണ് എന്ത്, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇത് ഫസ്റ്റ് കണ്ടെത്തിയത് ഹൈക്കെ കാമർലൈൻ ഓൺസ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. ആള് ലിക്വിഡ് ഹീലിയം ഏകദേശം 4 കെൽവിനിൽ എന്ന് പറയുമ്പോൾ 269 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 കഴിഞ്ഞിട്ട് -269 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ലിക്വിഡ് ഹീലിയം ഗ്യാസ് ലിക്വിഫൈ ചെയ്യുക. അത് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് അല്ലേ. മാത്രമല്ല ഈ നമ്മുടെ മെർക്കുറി 4.2 കെൽവിനിൽ അത്രയും ലോ ടെമ്പറേച്ചറിലാണ് ഇത് കാണിക്കുക പ്രോപ്പർട്ടി, സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതേപോലെ ലെഡ് എന്നുള്ളത് 7.3 കെൽവിൻ അത്രയും ലോ ടെമ്പറേച്ചറിൽ അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈ കാലഘട്ടത്തിൽ വളരെ റിസർച്ച് നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കാവുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ, ഒരുവിധമൊക്കെ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്, കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സാധാ വയറുകൾക്ക് പകരം സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലുകളുള്ള വയറുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. സാധാരണ ഇതിലിപ്പോൾ നമ്മളറിയാം പവർ കൺസപ്ഷൻ തന്നെ പവർ ലൈനിലൊക്കെ വലിക്കുമ്പോൾ കുറേ എനർജിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്, വിസരണ നഷ്ടം എന്ന് പറയും. ഹീറ്റ് എനർജി കറണ്ട് കടന്നുമ്പോൾ മെറ്റലിന്റെ റെസിസ്റ്റൻസ് മൂലം ഹീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, H²I² വഴി. സൂപ്പർ കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനർജി വേസ്റ്റേജ് കുറവായിരിക്കും അല്ലേ.
കാലങ്ങളോളം എനർജീനെ നമുക്ക് നിലനിർത്താനും പറ്റും. അതുപോലെ മറ്റേ സ്പേസ് ഷട്ടിലുകൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾക്കൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടികൾ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോ ടെമ്പറേച്ചറിൽ അത് കാണിക്കുള്ളൂ. അതിനുള്ള ലോ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് നിലനിർത്താനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ നോർമൽ ടെമ്പറേച്ചറിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വിപ്ലവാത്മകമായ മാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ആ മേഖലയിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓംസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓംസ് ലോയെ നമ്മൾ ഒരിക്കലും ഒരു യൂണിവേഴ്സ് ലോ ആയിട്ട് പറയാറില്ല. അതിന് പല ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ട്. ഒരു യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏത് കണ്ടീഷൻസിലും ഏത് സാഹചര്യത്തിലും അതിൽ ആ നിയമത്തിലും മാറ്റം വരാൻ പാടില്ല. പക്ഷേ ഓംസ് ലോ ചേഞ്ചസ് വരാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡയോഡിനുമായി ബന്ധപ്പെട്ടെടുക്കുക അല്ലേ. ഡയോഡിൻ്റെ ഫോർവേഡ് ബയസിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഇവിടെയും കറണ്ട് ഇവിടെയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവ്ഡ് ആണ്. ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. വിയും ഐയും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. പക്ഷെ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. സോ ഓംസ് ലോ ഫെയിൽസ് ഹിയർ. ഡയോഡിൻ്റെ കേസുകളിൽ ഓംസ് ലോ ഫെയിലുവർ ആണ്. പിന്നെ മാത്രമല്ല അറ്റ് ഹയർ കറൻസ് ആൻഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ഓംസ് ലോ ഫെയിലുവർ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് കൂടുന്തോറും ഹീറ്റിംഗ് ഇഫക്റ്റ് കൂടാം അല്ലേ, റെസിസ്റ്റൻസ് മൂലം. ചൂട് കൂടുന്തോറും റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവില്ല, റെസിസ്റ്റൻസിൽ മാറ്റം സംഭവിക്കും, സ്വാഭാവികമായിട്ടുള്ള മാറ്റം സംഭവിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ വോൾട്ടേജും കറണ്ടും നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സ്ട്രെയിറ്റ് ആവില്ല. അപ്പോൾ ഹയർ കറൻസിലേക്ക് എത്തും തോറും വോൾട്ടേജിലും വേരിയേഷൻ വരും, ഒരിക്കലും സ്ട്രെയിറ്റ് ആവില്ല. സോ വി ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ഐ അറ്റ് ദാറ്റ് പൊസിഷൻ അല്ലേ. അതോടെ ഓംസ് ലോ ഫെയിലുവർ ആണ്. പിന്നെ വേറെയുണ്ട് ചില ഡിവൈസുകൾ വോൾട്ടേജും കറണ്ടും യൂണിക് ആവില്ല. അതായത് ഒരു വോൾട്ടേജിന് ഒരു കറണ്ട് എന്നുള്ള അതാണ്, അതിന് പകരം ഒരു വോൾട്ടേജിന് രണ്ടിൽ കൂടുതൽ കറണ്ട് ഒക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ SCR പോലുള്ള മെറ്റീരിയൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ കറണ്ടിന് നമുക്ക് കാണാൻ പറ്റും രണ്ട് ഡിഫറെൻറ്റ് വോൾട്ടേജുകൾ ആ സ്റ്റേറ്റുകൾ പോസിബിൾ ആണ്. ഇവിടെ തുടക്കത്തിൽ കറണ്ട് കൂടുന്നതനുസരിച്ച് വോൾട്ടേജും കൂടുന്നുണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ പിന്നെ വോൾട്ടേജിനനുസരിച്ച് അല്ല, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് അവിടെ എന്ത് ചെയ്യണേ, ഡിക്രീസ് ചെയ്യുക ചെയ്യണം. വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കുറയുക ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്തിന് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ റീജിയൻ എന്ന് പറയാം. ദെൻ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ ഒരു ഗിവൺ കറണ്ടിന് രണ്ടോ മൂന്നോ ഡിഫറെൻറ്റ് വോൾട്ടേജ് പൊസിഷൻസ് ഒക്കെ വരാം അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഓംസ് ലോ ഫെയിലുവർ ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫെയിലുവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും എന്തിനാ പറയാറില്ല, ഓംസ് ലോ യൂണിവേഴ്സ് ലോ ആയിട്ട് നമ്മൾ പറയാറില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ മുഴുവൻ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. ഓംസ് ലോ ഒബേ ചെയ്യാത്തതിനെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓംസ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാറുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് റെസിസ്റ്ററുകളുടെ കളർ കോഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് പല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകൾ ഡിസൈൻ ചെയ്യേണ്ടതായി വരും. അവിടെ വ്യത്യസ്തമായ റെസിസ്റ്റൻസ് വാല്യുള്ള മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലായ്പ്പോഴും ഓരോ മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ മീറ്റർ വെച്ചുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കളർ കോഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കളർ കോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് കളർ കോഡിങ്. ഇപ്പോൾ ഒരു ഗിവൺ റെസിസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ റെസിസ്റ്റൻസുകൾ കണ്ടിട്ടുണ്ടാവും. ആ ഇതിന് കാർബൺ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. അവിടെ 3 ഡിഫറെൻറ്റ് കളർ ബാൻഡുകളുണ്ട്, 4ാമത്തെ ഒരു കളർ ബാൻഡുമുണ്ട്. ഈ കളർ കോഡിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിന് കളർ കോഡുകൾക്ക് ഓരോ കളർക്കും ഓരോ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്കിന് 0 ആണ്, ബ്രൗണിന് 1 ആണ്, റെഡിന് 2 ആണ്, ഓറഞ്ചിന് 3 ആണ്, യെല്ലോ കളറിന് 4 ആണ്. ഇതൊക്കെ ബൈ ഹാർട്ട് അടിയുണ്ടാണ്. ഗ്രീനിന് 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് കളർ 9. ഈ വാല്യൂസ് നോക്കിക്കൊണ്ടാണ് നമ്മൾ
റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ നോക്കുന്നത്. മാത്രമല്ല നാലാമത്തെ ഒരു റിങ്ങിൻ്റെ കളറിൻ്റെ അത് നമ്മൾ ടോളറൻസ് എന്ന് പറയുക, വേരിയേഷൻ എററുകളാണ്. അത് ഒരു കളർ കോഡിങ്ങും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ±20% ആണ് ടോളറൻസ്. അതായത് എറർ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിന് ±20% മാറ്റം സംഭവിക്കാം. നേരെ മറിച്ച് സിൽവർ കളറുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടിയും കുറവാണ്, ±10% വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഗോൾഡ് കളറാണെങ്കിലോ ±5% ആണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ റെസിസ്റ്റൻസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗോൾഡ് റിങ് ടോളറൻസ് റിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല റെസിസ്റ്ററുകളായിട്ട് നമ്മൾ പരിഗണിക്കുക. ഇനി ഈ വാല്യൂസ് നമുക്ക് ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സാധ്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസുകൾ ന്യൂമോണിക്സ് നമുക്ക് ഉപയോഗിക്കാം. ഒരു കോമൺലി ഉപയോഗിക്കുന്ന ഒരു ന്യൂമോണിക്സ് ആണ് BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അതിൻ്റെ വാല്യൂസ് നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ബി എന്നുള്ളത് ബ്ലാക്കിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 0, ദെൻ ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ദെൻ ഗ്രീൻ 5, ബ്ലൂ അതിന് 6, വയലറ്റ് കളറിന് 7, ഗ്രേ ചാര നിറത്തിന് 8, ദെൻ വൈറ്റ് കളറിന് 9. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ ഒരു ന്യൂമോണിക്സ് ആണ്. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. പല സെൻറ്റൻസുകളും ഉണ്ട്, നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ കോഡിങ്ങുകൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം നിലയ്ക്ക് നമ്മൾ 2 റെസിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ കളർ കോഡിങ് ഉപയോഗിച്ച് അതിൻ്റെ റെസിസ്റ്റൻസുകൾ മെഷർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓർത്തെടുക്കുക. ഇപ്പോൾ ആദ്യത്തെ നോക്കുക, ഫസ്റ്റ് ആദ്യത്തെ റെഡ് ഓറഞ്ചാണ്. ഇതിലെ ആദ്യത്തെ 2 കളർ കോഡുകളും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ റെഡാണ്, അപ്പോൾ 2 ആണ് അതിൻ്റെ വാല്യൂ. BB റോയ് എന്നാണ് 6, 2 ആണ്. റെഡ് വീണ്ടും 2, അപ്പോൾ 2 സിഗ്നിഫിക്കൻസ് എഴുതി. മൂന്നാമത്തെ കളറിൻ്റെ വാല്യൂ 10ൻ്റെ പവർ ആയിട്ട് എഴുതാം. സോ 22 ഇൻറ്റു ഓറഞ്ച് 3 ആണ്, സോ 10⁻3 ഓം. ഗോൾഡ് കളറാണ് ±5%. അപ്പോൾ 22 ഇൻറ്റു 10⁻3 ±5% ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഇതിൽ 10⁻3 എന്നുള്ളത് കിലോ ഓം ആണ്, സോ 22 കിലോ ഓം ആണ്, ±5% ആണ് ഈ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ. അതേപോലെ ഇവിടെ ആദ്യത്തെ റെഡാണ്, രണ്ടാമത്തെ റെഡ്, മൂന്നാമത്തെ റെഡാണ്, പിന്നെ സിൽവർ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ആദ്യത്തെ റെഡിൻ്റെ 2, രണ്ടാമത്തെ റെഡിൻ്റെ 2, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എഴുതി, ഇൻറ്റു മൂന്നാമത്തെ 10ൻ്റെ പവർ ആയിട്ട് എഴുതി. റെഡ് തന്നെയാണ്, സോ 10⁻2 ±10%. ഇതിൽ 10⁻3 ആയിട്ട് എഴുതാമെങ്കിൽ കിലോ ഓം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 10⁻3 ആവണമെങ്കിൽ ഒരു വാല്യൂ ഇപ്പുറത്തേക്ക് മാറണം അല്ലേ. അപ്പോൾ 2.2 ഇൻറ്റു 10⁻3 എന്ന് എഴുതാം. അത് 22 ഇൻറ്റു 10⁻2 ആണ്, 2.2 ഇൻറ്റു 10⁻3 ±10%. അപ്പോൾ 2.2 ഈ 10⁻3നെ നമുക്ക് കിലോ ഓം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സോ 2.2 കിലോ ഓം ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഈ നിലയ്ക്ക് അതിൻ്റെ സിൽവർ ആയതുകൊണ്ട് ±10%. ഈ നിലയ്ക്ക് അതിൻ്റെ റെസിസ്റ്റൻസുകൾ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇനി നേരെ തിരിച്ച് ഏതെങ്കിലും റെസിസ്റ്റൻസ് തന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ കളർ കോഡ് പറയാം ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം 1.8 കിലോ ഓം ±5%. ഇതിൻ്റെ കളർ കോഡിങ് എഴുതാൻ പറഞ്ഞു. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ന്യൂമോണിക്സ് ഒന്ന് ഓർത്തെടുക്കുക അല്ലേ. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അതിൽ ഈ 1.8 കിലോ ഓമിനെ നമ്മളൊന്നും കൂടി ഇട്ട് എഴുതി. 1.8 ഇൻറ്റു 10⁻3 ഓം ആണ് 1 കിലോ ഓം, 1.8 കിലോ ഓം. അതിൽ തന്നെ ആദ്യത്തെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എഴുതണം, ഡെസിമലൊന്നും ഇല്ലാതെ. സോ നമുക്ക് എന്താ 18 എഴുതാം. 18 എഴുതണമെങ്കിൽ ഇവിടെ ഒരു 10 ഇപ്പുറത്തേക്ക് ഈ പൊസിഷനിലേക്ക് മാറണം. അപ്പോൾ എത്രയാണ്, ഇൻറ്റു 10⁻4 ഓം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 1ന് നമുക്ക് ഇവിടെ ബ്രൗൺ ആണ്, 8ന് ഇവിടെ എന്താ ഗ്രേ ആണ്, 4ന് യെല്ലോ ആണ്. അപ്പോൾ നമുക്കതിനെ കളർ കോഡിങ് എഴുതാം അല്ലേ. ബ്രൗൺ, 8ന് ഗ്രേ, യെല്ലോന് 4. പിന്നെ പേഴ്സൻറ്റേജ് ഓഫ് ടോളറൻസ് ±10 ആണ്, 5 ആണ്, അത് ഗോൾഡ് ആണ്. സോ ബ്രൗൺ, ഗ്രേ, യെല്ലോ, ഗോൾഡ്. ഇതാണ് ഇതിൻ്റെ 1.8 കിലോ ഓം ±5% എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിങ്. അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കുക 10 ഓം. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇതേപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. 10 ഓമിനെ
10 ഇൻറ്റു 10⁻0 എന്ന് എഴുതാം. കുഴപ്പമില്ല, 10 പവറായിട്ട് എഴുതണമെന്ന് മാത്രം. ഓക്കെ, ഈ 10 1 ആദ്യം ബ്രൗൺ ആണ്, 0 എന്നുള്ളത് ബ്ലാക്ക് ആണ്. ഇവിടുത്തെ 0വും എന്ത് തന്നെയാണ് വരിക? ബ്ലാക്ക് തന്നെ വരിക. അപ്പോൾ ഇതിൻ്റെ കളർ കോഡിംഗ് എന്ന് വന്നു കഴിഞ്ഞാൽ 10 ohm ±10% എന്ന് പറയുമ്പോൾ ബ്രൗൺ ബ്ലാക്ക് ബ്ലാക്ക് പേഴ്സൻറ്റേജ് 10% ആണ്, അതുകൊണ്ട് അത് സിൽവർ ആണ്. സോ ബ്രൗൺ ബ്ലാക്ക് ബ്ലാക്ക് സിൽവർ ആണ് ഇതിൻ്റെ 10 ohm ±10%ൻ്റെ കളർ കോഡിങ്. ഇനി നാലാമത്തെ നമുക്ക് 100 ohm, അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? 100 ohmനെ നമുക്ക് 10 ഇൻറ്റു 10⁻1 എഴുതാം അല്ലേ? ഇതിനെ ഫസ്റ്റ് 1 പിന്നെ ബ്രൗൺ ആണ്, 0 ഇത് പ്രകാരം ബ്ലാക്ക് ആണ്, 10⁻1 ആണ്, 1 ആണ് വരുന്നത്, 1 തന്നെയാണ് ബ്രൗൺ ആണ്. അപ്പോൾ അതിൻ്റെ കളർ കോഡിങ് എഴുതി കഴിഞ്ഞാൽ ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ അല്ലേ? ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ. അതേപോലെ ടോളറൻസ് ±5%, അത് ഗോൾഡ് ആണ്. സോ ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ ഗോൾഡ്, ഇതായിരിക്കും എന്തുണ്ടാവുക അതിൻ്റെ കളർ കോഡിങ്. ഈ നിലവാരത്തിൽ നമുക്ക് ഏത് റെസിസ്റ്റൻസിനെ കളർ കോഡിങ് നോക്കാം, അല്ലെങ്കിൽ ഏത് റെസിസ്റ്റൻസിനെ കളർ കോഡിങ് നോക്കിക്കൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില റെസിസ്റ്റൻസുകളുണ്ട്. 1.6, 2.2 കിലോ ഓം, അങ്ങനെ ഒരുപാട് റെസിസ്റ്റൻസുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ റെസിസ്റ്റൻസുകൾ കളർ കോഡ് നോക്കിയെടുത്തിട്ടാണ് നമ്മൾ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് 1 വേർഡ് ക്വസ്റ്റനോ മറ്റൊക്കെ ചോദിക്കാനും വളരെ സാധ്യതയുണ്ട്. എൻട്രൻസുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ബാക്കി ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.